അദ്ദേഹത്തെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഞാൻ വീണ്ടും അദ്ദേഹത്തെ പൂർവാധികം സ്നേഹിച്ചത് ഫിലോകാലിയ ഫുഡ് പ്രോഡക്ട്സിന്റെ ബ്രാൻഡ് നാമവും FSSAI ലൈസൻസ് നമ്പറും അനുമതിയില്ലാതെ ദുരുപയോഗം ചെയ്തതായി പരാതി. സ്ഥാപനത്തിന്റെ ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ മാരിയോ ജോസഫാണ് ചാലക്കുടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. മാനുഫാക്ചറിംഗ് തീയതിയില്ലാതെ വ്യാജ ഭക്ഷ്യസുരക്ഷാ ലൈസൻസിൽ അച്ചാറുണ്ടാക്കി വിൽക്കുന്നതെന്നാണ് ആരോപണം. സുവിശേഷ കച്ചവടം പൊളിഞ്ഞതോടെ കണ്ണിമാങ്ങ അച്ചാർ വിൽപ്പനയുമായി ഇറങ്ങി ജിജുയ്ക്കെതിരെ പരാതിയുമായി എത്തുകയാണ് ഭർത്താവ് മാരിയോ ജോസഫ്. സോഷ്യൽ മീഡിയയിലെ വിവാദ മോട്ടിവേഷണൽ പ്രസംഗർ വീണ്ടും വാർത്തകളിലെത്തുകയാണ്. ഈ കേസിൽ പോലീസ് എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. കുടുംബധ്യാന പരിപാടിയിലൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ദമ്പതികളായിരുന്നു ചാരിറ്റി പ്രവർത്തകരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫും. ചാലക്കുടിയിലെ ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണിവർ. ഇവർ തമ്മിൽ അടിയും പോലീസിന് മുന്നിലെത്തിയിട്ടുണ്ട്. കുടുംബതർക്കം പറഞ്ഞ് തീർക്കുന്നതിനിടയിലാണ് അടിപിടിയുണ്ടായത്. ചാലക്കുടി പോലീസാണ് കേസെടുക്കുകയും ചെയ്തത്. തർക്കത്തെ തുടർന്ന് ഇരുവരും 9 മാസമായി അകന്നു കഴിയുകയാണ്. ഇതിനിടയിൽ പ്രശ്നം പറഞ്ഞു തീർക്കുവാൻ ജിജി ഭർത്താവ് മാരിയോയുടെ വീട്ടിലെത്തിയിരുന്നു. സംസാരിക്കുന്നതിനിടെ ജിജി മാരിയോയെ ഉപദ്രവിക്കുമെന്നോ എന്നായിരുന്നു പരാതി. മാരിയോ ജോസഫ് ടിവിയുടെ ബോക്സ് എടുത്ത് ഭാര്യ ജിജിയുടെ തലക്കടിച്ചു, കൈകൾ കടിച്ചു പറിച്ചു, മുടിക്കുത്ത് പിടിച്ചു വലിച്ചു. 70,000 രൂപ വിലയുള്ള ഫോൺ എറിഞ്ഞു പൊട്ടിച്ചുവെന്നും FIRൽ അന്ന് പറഞ്ഞിരുന്നു. 1 മാസം തടവും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത്. ഇപ്പോൾ അച്ചാർ കച്ചവടത്തിൻ്റെ വീഡിയോയും മറ്റും ജിജി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. മാരിയോ ജോസഫ് ഫിലോകാലിയ ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിൻ്റെ നിയമപരമായ ഉടമയാണ് പരാതി നൽകിയത്. സ്ഥാപനത്തിന് സാധുവായ FSSAI ലൈസൻസ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവോ അനുമതിയോ ഇല്ലാതെ ചില വ്യക്തികൾ സ്ഥാപനത്തിൻ്റെ നമ്പരും ഫിലോകാലിയ പ്രോഡക്ട്സ് ബ്രാൻഡ് നാമവും ലേബൽ ഡിസൈനും ദുരുപയോഗം ചെയ്ത് അച്ചാർ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തു എന്നാണ് ആരോപണം. സ്ഥാപനത്തിൻ്റെ പേരോ നമ്പറോ ഉപയോഗിക്കുവാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നും ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അനധികൃതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനധികൃത ഉൽപ്പന്നങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും ഈ ഉൽപ്പന്നങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സ്ഥാപനത്തിൻ്റെ പേരിൽ ചുമത്താവുന്ന സാധ്യതകളും പരാതിയിൽ പറയുന്നു. ഈ ചതിയും വ്യാജവൽക്കരണവും വിശ്വാസവഞ്ചനയും ഉൾപ്പെടുത്തുന്ന ക്രിമിനൽ പ്രവൃത്തിയാണെന്നാണ് ആരോപണം. ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് സംയുക്ത നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെടുന്നു.